ഹായ്, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഡെക്കറേറ്റീവ് റോസറിയും ജ്വല്ലറിയുമാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. ആർക്കെങ്കിലും ഇതിനോട് താല്പര്യം തോന്നിയെങ്കിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു ഡെക്കറേറ്റീവ് റോസറിയാണ്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ ബീഡ്സ്. എൻ്റെ ഇടയ്ക്കത്തെ ബീഡ്സും ബ്രൗൺ ആണ്. ക്രോസും ഏകദേശം സെയിം കളറാണ്. ഇത് നല്ല വലുപ്പമുണ്ട്, കണ്ടല്ലോ. ഇതിങ്ങനെ വാളിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ടെങ്കിൽ അതിൽ ഇടാം. ഹൗസ് വാമിങ്ങിനും പുതിയ വീടുകൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഗിഫ്റ്റാണിത്. ഇനി അടുത്തത് ആദ്യം കാണിച്ച അത്ര നീളമില്ല, എങ്കിലും വലുതാണ്. ഇത് കണ്ടല്ലോ. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് കളർ തടി ബീഡ്സ് ആണ്. അതിൻ്റെ ഇടയ്ക്കും ആ കളർ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്രോസ് ബ്രൗൺ ആയതുകൊണ്ട് അതുമായി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ വേണ്ടി ഇടയ്ക്ക് ഈ ബ്രൗൺ ബീഡ്സ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി മൂന്നാമത്തെ ഒരൈറ്റം ഇച്ചിരൂടെ ചെറിയ ഒരു കൊന്ത. ഇത് ചെറിയ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ നമ്മൾ ഡോമിലൊക്കെ റൂമിൽ വെക്കാൻ പാകത്തിനുള്ളതാണ്. ഇവിടെ ബ്രൗൺ ബീഡ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗോൾഡ് ബീഡ്സ് ആണ് ചേർത്തിരിക്കുന്നത്. കുരിശും ഗോൾഡ്. ഇനി പുതിയൊരു ടൈപ്പ് റോസറിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. ഇതൊരു ബ്രേസ്ലെറ്റ് റോസറിയാണ്. സാധാരണ ബ്രേസ്ലെറ്റ് റോസറിക്ക് 10 ബീഡ്സ് അല്ലേ, ഇത് ഫുൾ റോസറി ഉണ്ട്. ഇതിങ്ങനെ ഒരറ്റത്ത് മാതാവ്, മറ്റേ അറ്റത്ത് കുരിശ്. ഇത് ഓരോ രഹസ്യത്തിനും 10 വെച്ച് അതിങ്ങനെ കയ്യിൽ നമ്മൾ ഇടാനുള്ളതാണ്. ഇടുക, ആവശ്യം വരുമ്പോൾ എടുക്കുക, പ്രാർത്ഥിക്കുക. കണ്ടല്ലോ. ഈ ടൈപ്പ് വേറെ കളേഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇത് വേറൊരു കളറ്, ഇത് വേറൊരു കളറ്. ഞാൻ ഉണ്ടാക്കിയ ജ്വല്ലറികളും ഞാൻ സെയിലിന് വെച്ചിരിക്കുന്ന ജ്വല്ലറികളുമാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. ഇതൊരു നെക്ലേസ്, ഒരു ഫാൻസി നെക്ലേസ്, അതിൻ്റെ കമ്മൽ. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇതിന് വേണേ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാം. ഇത് വേറൊരു മാല. ഇത് കല്ല് വെച്ച മാലയാണ്. ഇതൊരു ഡാർക്ക് പിങ്ക് എന്ന് വിളിക്കാം. സിൽവർ മെറ്റീരിയലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി കുറച്ച് മാലകൾ കാണിക്കാം. ഇതൊരു ലോങ് ചെയിന്, ചെറിയ ഒരു ലോക്കറ്റുമായിട്ട്. ഇത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ബീഡ്സ്, പേളിൻ്റെ ഒരു ലോക്കറ്റ്. ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ. ഇത് 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ കളർ വരുന്ന ഒരു ചെയിനാണ്. ചെയിനിൽ റിലീജിയസ് ആർട്ടിക്കിൾ പോലെ ഒരു ക്രോസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് ഡബിൾ ചെയിനാണ്. ഇത് വൈറ്റ് പേളും ഗോൾഡും ബ്ലൂവും അതിൻ്റെ
ലോക്കറ്റ് ഗോൾഡ്. ഇത് നെക്ലേസ് പോലെ ഇടുന്നതാണ്, നമ്മുടെ നാട്ടിൽ കാണാറില്ലേ, ബ്ലാക്ക് ബീഡ്സ് ആൻഡ് ഗോൾഡ്. പുറകോട്ട് ഇത്രയും, ഇതെല്ലാം ക്വാളിറ്റിയുള്ള എക്സ്പെൻസീവ് ബീഡ്സ് ആണ്. പുറകോട്ട് ഇട്ടിരിക്കുന്നത് അത്ര എക്സ്പെൻസീവ് ബീഡ്സ് അല്ല. ഇത് നമ്മുടെ ട്രഡീഷണൽ നെക്ലേസ്, ബ്ലാക്ക് നൂലിൽ ബ്യൂട്ടിഫുൾ ലോക്കറ്റ് ഇട്ട് ഫിക്സ് ചെയ്തത്. ഇതും വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ്. ഇതൊക്കെ അമേരിക്കൻ ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും, അതിന് മാച്ച് ചെയ്യുന്ന ലോക്കറ്റും. ഇത് ക്ലിയർ ബീഡ്സും സ്റ്റാറും. ഇനിയുള്ളത് റെഡ് ആൻഡ് ഗോൾഡ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ബ്ലാക്ക് ബീഡ്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എൻഡ് ഇങ്ങനെ ഇരിക്കും. അവസാനമായി ഡബിൾ ചെയിൻ. ഇത് കളർ പോകില്ലാത്തതാണ്. ഡബിൾ ചെയിനും അതിൻ്റെ അറ്റത്ത് ബ്യൂട്ടിഫുൾ മീഡിയം സൈസ് ലോക്കറ്റും. ഇതൊക്കെയാണ് എൻ്റെ ജ്വല്ലറിയിലെ മാല സെക്ഷൻ. ഇതൊരു സിമ്പിൾ ആംഗ്ലെറ്റ്. ഇതിൻ്റെ കളറൊന്നും പോകത്തില്ല, കുളിച്ചാലും ഒന്നും. ഇനി കുറച്ച് കമ്മലുകൾ. ഇത് ബ്രേസ്ലെറ്റുകൾ.